സർക്കാരിന്റെ കാല് കഴുകി വെള്ളം കുടിക്കാൻ പോലും പലരും തയ്യാറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാല് കഴുകി വെള്ളം കുടിച്ചാൽ പോലും ജോലി കിട്ടുമെങ്കിൽ അതിന് പോലും തയ്യാറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത്രയ്ക്കും അതികഠിനമായ സാഹചര്യത്തിലൂടെയാണ് ഈ പൊരി വെയിലത്തും ഈ പൊടിയടിച്ച് നമ്മൾ ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും ഇപ്പോൾ പലരുടെയും കയ്യിൽ പൈസ ഇല്ല. എത്ര നാള് ഞങ്ങളിങ്ങനെ കിടക്കണം? ഇവിടെ കിടന്ന് മരിക്കാൻ പോലും തയ്യാറായിട്ടാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം കിടക്കുന്നത്. 2019 റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി ഇവരെ സമരം ചെയ്യുകയാണ്. ഇന്നിപ്പോൾ മീശ വടിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഇവരിവിടെ ചെയ്യുന്നത്. നമ്മൾ കാണുന്നത് പോലെ കഴിഞ്ഞ 3-4 ദിവസമായി തന്നെ ഇവർ നിരന്തരമായി ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശവമഞ്ചത്തിൽ കിടന്നുകൊണ്ട് സമരം ചെയ്തു. അതിനുശേഷം മുടി വെട്ടിക്കൊണ്ട് സമരം ചെയ്തു. ഇന്നിപ്പോൾ മീശ വടിച്ചുകൊണ്ട് സമരം ചെയ്യുകയാണ്. ഇന്നലെ പുല്ല് തിന്നുകൊണ്ട് പോലും സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സർക്കാർ ഇവരുടെ ഒരു സമരം ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് അവരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ ഇങ്ങനെ ഓരോ ദിവസവും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2019 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ കുറേ ദിവസമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2019 റാങ്ക് ലിസ്റ്റ് നോട്ടിഫിക്കേഷൻ വരികയും തുടർന്ന് 2023 ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ 2019 കോവിഡ് വന്ന് ആ സമയത്തുള്ള ഒരു നോട്ടിഫിക്കേഷൻ ബാച്ചായിരുന്നു ഇവരുടേത്. അതിനുശേഷം 1 വർഷം മാത്രമാണ് ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി എങ്കിൽ പോലും ഈ ഒരു കോവിഡിൻ്റെ സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് ഇവരുടെ ഫിസിക്കൽ ടെസ്റ്റും അതുപോലെ പ്രിലിംസും മെയിൻസും എല്ലാം കഴിഞ്ഞു വരാൻ ഏതാണ്ട് 4 വർഷ കാലാവധിയാണ് എടുത്തത്. ആ 4 വർഷത്തിന് ശേഷം 2023 ലിസ്റ്റ് വന്നെങ്കിലും അതിൽ നിന്ന് 21% താഴെ ആളുകളെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്. 13,000-ലധികം ആളുകളായിരുന്നു ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നത്. അതിൽ തന്നെ 3,200 താഴെ മാത്രം ആളുകളെയാണ് ഇതുവരെയും നിയമിച്ചിട്ടുള്ളത്. അതായത് 21% താഴെ ആളുകൾക്ക് മാത്രമാണ് ഇതുവരെയും ഈ ഒരു ലിസ്റ്റിൽ നിന്നും ജോലി ലഭിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കാരണം ആദ്യം നമ്മൾ മുട്ടയടിച്ചു, ഇപ്പം നമ്മൾ താടിയെടുത്തു, ഇന്നലെ പുല്ല് തിന്നു. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾ കടന്നു പോകുന്നത്. നമ്മളെല്ലാവരും വീട്ടിലത്തെ അവസ്ഥയും വളരെ ദയനീയമാണ്. അതുപോലെ തന്നെ പലർക്കും വീട്ടിലേക്കോ അല്ലെങ്കിൽ നാട്ടിലേക്കോ ഈ ഒരു വേഷത്തിൽ തിരിച്ചു ചെല്ലാനാവാത്ത ഒരു സാഹചര്യത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കാൻ പോലും പലരും തയ്യാറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാല് കഴുകി വെള്ളം കുടിച്ചാൽ പോലും ജോലി കിട്ടുമെങ്കിൽ അതിന് പോലും തയ്യാറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അത്രയ്ക്കും അതികഠിനമായ സാഹചര്യത്തിലൂടെയാണ് ഈ പൊരി വെയിലത്തും ഈ പൊടിയടിച്ച് നമ്മൾ ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും ഇപ്പോൾ പലരുടെയും കയ്യിൽ പൈസ ഇല്ല. എത്ര നാള് ഞങ്ങളിങ്ങനെ കിടക്കണം? ഇവിടെ കിടന്ന് മരിക്കാൻ പോലും തയ്യാറായിട്ടാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം കിടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫെബ്രുവരി മാസം 28-ാം തീയതി മുതൽ നിരാഹാരത്തിലേക്ക് കിടക്കാം. കാരണം ഇവിടെ ജീവിച്ചുകൊണ്ടുള്ള പൈസ ഇല്ല ആരുടെയും കയ്യിൽ. പലരുടെയും വീട്ടിലും അച്ഛനും അമ്മയൊക്കെ അസുഖബാധിതരാണ്. അപ്പോൾ അവരെയൊക്കെ മറ്റ് വീടുകളിലാക്കിയിട്ടാണ് ഇവിടെ പലരും എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള പലരുടെയും വീട്ടിന് ജപ്തി നോട്ടീസ്, ബാങ്ക് ലോണും മറ്റും കാരണം ജപ്തി നോട്ടീസ് ആയിട്ടുണ്ട്. പിന്നെ തിരിച്ച് ചെന്നാൽ കയറി കിടക്കാനുള്ള ഒരു വീട് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പലരും ഉണ്ട് ഇവിടെ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ സമരശക്തമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. പലരും 12 ദിവസത്തിന് മുകളിലായി ഇവിടെ തന്നെ അനിശ്ചിതകാല സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇവിടെ തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ തന്നെയാണ് കുറേ ദിവസമായി ഇവരുള്ളത്. പല രീതിയിലും സമരം ചെയ്തു നോക്കിയിട്ടും ഒരു തരത്തിലും ഇവരെ ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെയും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഒരു ചർച്ചയ്ക്കെങ്കിലും സർക്കാർ ഉടൻ വിളിച്ച് ഇവരുടെ ഒരു ലിസ്റ്റിന്റെ കാര്യത്തിൽ എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നിലവിൽ അനിശ്ചിതകാല സമരമാണ്. അത് ഉടൻ തന്നെ നിരാഹാര സമരത്തിലേക്ക് പോകും. കാരണം ഇത്രയും ദിവസമായി ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്, ജോലിയില്ല. പലരുടെയും വീട്ടിലെ അവസ്ഥ പരിതാപകരമാണ്. ഇനി ഭക്ഷണം വാങ്ങി കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികളും നമ്മളോട് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവർ ഒരു സമരം, അനിശ്ചിതകാല സമരം എന്ന് പറയുന്നത് ഒരു നിരാഹാര സമരത്തിലേക്ക് പോകും. അത്രത്തോളം സാമ്പത്തികമായി അത്രത്തോളം ദുഷ്കരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പലരുടെയും ആരോഗ്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുമൊക്കെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇവരുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ തന്നെ കണ്ടതാണ്. ഈ വളരെ വലിയ ചൂടാണ് സംസ്ഥാനത്ത് കുറേ ദിവസമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചൂടിനിടയിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന പല ഉദ്യോഗാർത്ഥികളും നമ്മൾ ഇവിടെ നിന്ന സമയത്ത് തന്നെ കുഴഞ്ഞു വീണ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമൊക്കെ തന്നെയും നമ്മൾ ഇവിടെ നിന്ന് കണ്ടതാണ്. അപ്പോൾ അത്രയും ദുഷ്കരമായ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു 300-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾ ഇവിടെ ദിവസവും ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്.